ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും ഇൻഡോ ലേണിംഗിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 3ൽ പെടുന്ന ദ കളർഫുൾ ട്രഷർ എന്ന മനോഹരമായ ഒരു ലെസൺ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് പോകാം. ഓക്കെ ഡിയേഴ്സ്, നമ്മുടെ യൂണിറ്റിന്റെ പേര് പേജസ് ഓഫ് വണ്ടർ. പേജസ് താളുകൾ, വണ്ടർ അത്ഭുതം. പേജസ് ഓഫ് വണ്ടർ അത്ഭുതത്തിന്റെ താളുകൾ, അത്ഭുതത്തിന്റെ പേജുകൾ. അതായത് ഓരോ പുസ്തകത്താളുകളും അറിവിന്റെ മഹാത്ഭുതങ്ങളാണ്. പേജസ് ഓഫ് വണ്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായനയുടെ അഥവാ അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. നോക്കൂ, നമുക്കിവിടെ നീൽ ഗെയ്മാന്റെ ഒരു കോട്ട്, ഒരു ഉദ്ധരണി തന്നിട്ടുണ്ട്. നോക്കൂ, എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. എ ബുക്ക്, ഒരു പുസ്തകം, ഈസ് എ ഡ്രീം, ഒരു സ്വപ്നമാണ്, ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന. അതായത് ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു സ്വപ്നമാണ്. ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിലെ ഓരോ കാര്യവും ഒരു സ്വപ്നം പോലെ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. നെക്സ്റ്റ് പേജ്, ഒബ്സർവ് ദി പിക്ചർ ബിലോ. താഴെ തന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. എന്താണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? യെസ്, വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദ ചിൽഡ്രൻ ആർ റീഡിംഗ് ബുക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് റീഡിംഗ്? നിങ്ങൾ വായന ഇഷ്ടപ്പെടുന്നോ? എന്താണ് കൂട്ടുകാർ ആൻസർ എഴുതുക? യെസ്, ഐ ലൈക്ക് റീഡിംഗ് ബുക്സ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? ഫേവറേറ്റ് എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന. ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്റ്റോറി ബുക്ക്? നമുക്ക് ഇങ്ങനെ പറയാം, മൈ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക് ഈസ്, എന്നിട്ട് അവിടെ കൂട്ടുകാർക്ക് ഏത് ബുക്കാണോ ഇഷ്ടപ്പെടുന്നത് അതിന്റെ പേരെഴുതുക. ഉദാഹരണത്തിന് ദ ജംഗിൾ ബുക്ക് ആണെങ്കിൽ ദ ജംഗിൾ ബുക്ക് എന്നെഴുതുക. ഹാരി പോട്ടർ സീരീസ് ആണെങ്കിൽ ഹാരി പോട്ടർ സീരീസ് എന്നെഴുതുക. ഇനി നോക്കൂ, ഡ്രോ ആൻഡ് കളർ യുവർ ഫേവറേറ്റ് ക്യാരക്ടർ. ക്യാരക്ടർ എന്നാൽ കഥാപാത്രം. ഫ്രം ദ സ്റ്റോറി ബുക്ക് ഓർ കാർട്ടൂൺ. ഏതെങ്കിലും ഒരു സ്റ്റോറി ബുക്കിലോ കാർട്ടൂണിലോ ഉള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ ഇവിടെ വരച്ച് കളർ നൽകുക. കൂട്ടുകാർ ഈ ഭാഗത്ത് അത് നന്നായി വരച്ച് കളർ നൽകുമല്ലോ. ഓക്കെ, നമുക്കിനി പാഠഭാഗത്തിലേക്ക് പോകാം. നോക്കൂ, ഡിസ്കവർ ദ ജോയ് ഓഫ് റീഡിംഗ്, ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ വേൾഡ്. ഡിസ്കവർ എന്നാൽ കണ്ടെത്തുക, ദ ജോയ് ആനന്ദം, സന്തോഷം, ഓഫ് റീഡിംഗ് വായനയുടെ, വായനയുടെ സന്തോഷം കണ്ടെത്തുക. ഇറ്റ് വിൽ ട്രാൻസ്ഫോം, ട്രാൻസ്ഫോം എന്നാൽ മാറ്റിമറിക്കും. ഇറ്റ് വിൽ ട്രാൻസ്ഫോം, അത് മാറ്റിമറിക്കും യുവർ, നിങ്ങളുടെ വേൾഡ്, ലോകം. വേൾഡ് എന്നാൽ ഇവിടെ ജീവിതം എന്നർത്ഥമാണ്. നിങ്ങളുടെ ജീവിതം അത് മാറ്റിമറിക്കും. നിങ്ങൾ വായനയിൽ സന്തോഷം കണ്ടെത്തിയാൽ അത് നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. നോക്കൂ, നമ്മുടെ ലെസന്റെ പേരെന്താണ്? യെസ്, ദ കളർഫുൾ ട്രഷർ. കളർഫുൾ എന്നാൽ വർണ്ണസബളമായ എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ വാല്യുബിൾ, വിലപ്പെട്ട എന്നാണ് അർത്ഥം. കളർഫുൾ ട്രഷർ, ട്രഷർ നിധി, വിലപ്പെട്ട നിധി. എന്തായിരിക്കും വിലപ്പെട്ട നിധി? നമുക്ക് പാഠഭാഗത്തിൽ നിന്നും അത് വ്യക്തമാകും. നോക്കൂ, ടിയേഴ്സ് ആൻഡ് ജോയ്. ടിയേഴ്സ് എന്നാൽ കണ്ണുനീർ, ജോയ് എന്നാൽ സന്തോഷം. കണ്ണുനീരുകളും സന്തോഷവും എന്നാണ് ഇവിടെ സൈഡ് ഹെഡിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇൻ എ ഫാർ എവേ വില്ലേജ്
ഫാർ എവേ എന്നാൽ ദൂരെയുള്ള, അകലെയുള്ള. വില്ലേജ് ഗ്രാമം. ഇൻ എ ഫാർ എവേ വില്ലേജ്, ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ. ചിൽഡ്രൻ നെവർ വെന്റ് പോയില്ല. ടു സ്കൂൾ, സ്കൂളിലേക്ക്. കുട്ടികൾ ഒരിക്കലും സ്കൂളിൽ പോയിരുന്നില്ല. അതായത് ദൂരെയുള്ള ഒരു ഗ്രാമത്തിലുള്ള കുട്ടികൾ ഒരിക്കലും സ്കൂളിൽ പോയിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? they were poor, അവർ ദരിദ്രരായിരുന്നു. നമുക്ക് നോക്കാം. അവർ കുട്ടികൾ ഓൾവേസ് എല്ലായ്പ്പോഴും വാണ്ടേഡ് എന്നാൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഹിയർ ആൻഡ് ദേർ എന്നാൽ അവിടെയും ഇവിടെയും, അങ്ങുമിങ്ങും എന്നൊക്കെയാണ് അർത്ഥം. അവർ എപ്പോഴും അവിടെയും ഇവിടെയുമായി അലഞ്ഞു തിരിഞ്ഞു നടന്നു. അവർ കുട്ടികൾ ലിവ്ഡ് താമസിച്ചു. ക്ലോസ് മീൻസ് നിയർ, അരികെ. ടു എ ഗാർബേജ് എന്നാൽ മാലിന്യം. ഡംപ് കൂമ്പാരം. ഗാർബേജ് ഡംപ് എന്നാൽ മാലിന്യ കൂമ്പാരം. അവർ ഒരു മാലിന്യ കൂമ്പാരത്തിന് അടുത്താണ് താമസിച്ചിരുന്നത്. ബ്രൈറ്റ് കളേഴ്സ് പീക്ക്ഡ് ഔട്ട് ഫ്രം ദി ട്രാഷ്. ബ്രൈറ്റ് കളേഴ്സ് തിളങ്ങുന്ന നിറങ്ങൾ. പീക്ക്ഡ് ഔട്ട് എന്നാൽ എത്തി നോക്കി, പുറത്തേക്ക് നോക്കി എന്നൊക്കെയാണ് അർത്ഥം. ഫ്രം ദി ട്രാഷ് എന്നാൽ മാലിന്യം എന്നാണ് അർത്ഥം. മാലിന്യത്തിൽ നിന്ന് തിളങ്ങുന്ന നിറങ്ങൾ പുറത്തേക്ക് നോക്കി. അതായത് മാലിന്യത്തിനിടയിൽ നിന്ന് ചില തിളങ്ങുന്ന വസ്തുക്കൾ പുറത്തേക്ക് കാണപ്പെട്ടു എന്നാണ്. എന്തൊക്കെയാണ് മാലിന്യത്തിലുള്ള വസ്തുക്കൾ? ക്രംബിൾഡ് പേപ്പേഴ്സ്. എന്താണ് ക്രംബിൾഡ് എന്നാൽ? ചുരുട്ടിമടക്കിയ. പേപ്പേഴ്സ് കടലാസുകൾ. ചുരുട്ടിമടക്കിയ കടലാസുകൾ. ഷൈനി തിളങ്ങുന്ന ബോട്ടിൽസ് കുപ്പികൾ, തിളങ്ങുന്ന കുപ്പികൾ. ആൻഡ് ടേറ്റേഡ് എന്നാൽ കീറിപ്പറഞ്ഞ ക്ലോസ് വസ്ത്രങ്ങൾ. സ്കേറ്റേഡ് ചിതറിക്കിടന്നു. എവരിവേർ എല്ലായിടത്തും. ചുരുട്ടിമടക്കിയ കടലാസും തിളങ്ങുന്ന കുപ്പികളും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും എല്ലായിടത്തും ചിതറിക്കിടന്നു. ദ ചിൽഡ്രൻസ് അപ്പോസ്ട്രോഫി ഇട്ടാൽ ന്റെ എന്നർത്ഥം. ദ ചിൽഡ്രൻസ് കുട്ടികളുടെ. ലാഫർ എന്നാൽ ചിരി എന്നർത്ഥം. ലാഫ് ചിരിക്കുക, ലാഫർ ചിരി. കുട്ടികളുടെ ചിരി. റേങ് മുഴങ്ങി. ലൈക്ക് പോലെ. ബെൽസ് മണികൾ. കുട്ടികളുടെ ചിരി മണിയടി ശബ്ദം പോലെ, മണിനാദം പോലെ മുഴങ്ങി. എവിടെ മുഴങ്ങിയത്? എമിഡസ്റ്റ് ഇടയിൽ. ദ ഗാർബേജ് മാലിന്യം. മാലിന്യത്തിനിടയിൽ കുട്ടികളുടെ ചിരി മണിയടി ശബ്ദം പോലെ മുഴങ്ങി നിന്നു. അപ്പോൾ മാലിന്യത്തിനിടയിലും കുട്ടികൾ അല്പം ചിരിക്കുന്നുണ്ട്. ബട്ട് എന്നാൽ എ സാഡ്നെസ് ഒരു ദുഃഖം ലിങ്ങേഡ് തങ്ങി നിന്നു. ഇൻ ദേർ അവരുടെ ഹാർട്ട്സ് ഹൃദയങ്ങളിൽ. എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ ഒരു ദുഃഖം തങ്ങി നിന്നു. ഒരു ദുഃഖം ഉണ്ടായിരുന്നു. എന്തായിരിക്കും ആ ദുഃഖം? നോക്കൂ, ഇവിടെ മാലിന്യ കൂമ്പാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാധനങ്ങൾ കൂട്ടുകാർക്ക് കാണാം. ഇവിടെ നമുക്ക് രണ്ട് ചോദ്യമുണ്ട്. നോക്കൂ, ഡു ഓൾ ചിൽഡ്രൻ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ? വാട്ട് യു തിങ്ക്? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ പറയാം? നോ, all the children don't get a chance to go to school because they are poor. Next question. But a sadness lingered in their hearts. എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ ഒരു ദുഃഖം തങ്ങി നിന്നിരുന്നു. വാട്ട് കുഡ് ബി എന്നാൽ ആയിരിക്കും. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും അതിന് കാരണം? ഇത് നമ്മൾ ഗസ് ചെയ്ത് പറയേണ്ടതാണ്. മേ ബി they wanted to go to school.
ഒരുപക്ഷെ അവർ സ്കൂളിൽ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ബട്ട് ദേ കുഡിന്റ്, എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. ബിക്കോസ് കാരണം ദേ വേർ പുവർ, അവർ ദരിദ്രരായിരുന്നു. നെക്സ്റ്റ്, എ തേഴ്സ്റ്റ് ടു റീഡ്. എ തേഴ്സ്റ്റ് ടു റീഡ്. എ ഒരു തേഴ്സ്റ്റ് ദാഹം, ടു റീഡ് വായിക്കാൻ, വായിക്കാനുള്ള ദാഹം. നോക്കൂ, എവരി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ, ദ ചിൽഡ്രൻ ഗ്രാമത്തിലുള്ള കുട്ടികൾ, സോ കണ്ടു, ഗ്രാമത്തിലുള്ള കുട്ടികൾ കണ്ടു. എന്താ കണ്ടത്? അതർ ചിൽഡ്രൻ മറ്റുള്ള കുട്ടികൾ ഗോയിങ് ടു സ്കൂൾ സ്കൂളിൽ പോകുന്നത്, ബൈ ബസ് ബസ്സിൽ. എല്ലാ ദിവസവും രാവിലെ ഗ്രാമത്തിലുള്ള കുട്ടികൾ മറ്റു കുട്ടികൾ ബസ്സിൽ പോകുന്നത് കണ്ടു. ദേ അവർ ബസ്സിലുള്ള കുട്ടികൾ, വോർ ധരിച്ചു, ക്ലീൻ ക്ലീൻ എന്നാൽ വൃത്തിയുള്ള, ആൻഡ് അയേൺഡ് അയേൺഡ് എന്നാൽ ഇസ്തിരിയിട്ട, യൂണിഫോംസ് അവർ വൃത്തിയുള്ളതും ഇസ്തിരിയിട്ടതുമായ യൂണിഫോംസ് ധരിച്ചു. നോക്കൂ, ഇവിടെ ബസ്സിൽ സ്കൂളിലേക്ക് പോകുന്ന മറ്റു കുട്ടികളെ നമുക്ക് കാണാം. അവർ വൃത്തിയുള്ളതും ഇസ്തിരിയിട്ടതുമായ യൂണിഫോം ധരിച്ചിട്ടുണ്ട്. സം ഓഫ് ദം അവരിൽ ചിലർ, ബസ്സിലുള്ള കുട്ടികളിൽ ചിലർ, വേർ റീഡിംഗ് ബുക്സ് പുസ്തകം വായിക്കുകയായിരുന്നു. ആൻഡ് ദേ അവർ നെവർ കെയർഡ്, കെയർ എന്നാൽ ശ്രദ്ധിക്കുക എന്നർത്ഥം. നെവർ കെയർഡ്, നെവർ ഒരിക്കലും, നെവർ കെയർഡ് ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. ഫോർ ദീസ് പുവർ ചിൽഡ്രൻ, പുവർ ചിൽഡ്രൻ പാവപ്പെട്ട കുട്ടികൾ. ഫോർ ദീസ് പുവർ ചിൽഡ്രൻ, ഈ പാവപ്പെട്ട കുട്ടികളെ, അവർ ഒരിക്കലും പാവപ്പെട്ട കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നില്ല. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ്, ഗ്രാമത്തിലുള്ള കുട്ടികൾ നോക്കി. എങ്ങനെയാ നോക്കിയത്? ക്യൂരിയസ്ലി, കൗതുകത്തോടെ. ദം അവരെ, ഗ്രാമത്തിലുള്ള കുട്ടികൾ അവരെ, അതായത് ബസ്സിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കൗതുകത്തോടെ നോക്കി. ദേ അവർ, ഗ്രാമത്തിലുള്ള കുട്ടികൾ, കച്ചഡ് മുറുകെ പിടിച്ചു, ഹോൾഡ് ടൈറ്റ്ലി എന്നർത്ഥം, മുറുകെ പിടിച്ചു. ദ ക്രംബിൾഡ് പീസസ്, ക്രംബിൾഡ് ചുരുട്ടി മടക്കിയ, പീസസ് ഓഫ് പേപ്പർ കടലാസു കഷ്ണങ്ങൾ, അവർ ചുരുട്ടി മടക്കിയ കടലാസു കഷ്ണങ്ങൾ മുറുക്കെ പിടിച്ചു. എവിടുന്ന് കിട്ടിയത് അവർക്ക്? ദേ ഗോട്ട്, അവർക്ക് ലഭിച്ചു, ഫ്രം ദി ഗാർബേജ്, മാലിന്യത്തിൽ നിന്നും ലഭിച്ച ചുരുട്ടി മടക്കിയ കടലാസ് കഷ്ണങ്ങൾ അവർ മുറുകെ പിടിച്ചു. സം ഓഫ് ദം അവരിൽ ചിലർ, ഗ്രാമത്തിലുള്ള കുട്ടികളിൽ ചിലർ, ഇമിറ്റേറ്റഡ് അനുകരിച്ചു, ദ അതർ ചിൽഡ്രൻ റീഡിംഗ് മറ്റുള്ള കുട്ടികൾ വായിക്കുന്നത്. അതായത് ബസ്സിലുള്ള കുട്ടികൾ വായിക്കുന്നത് ഗ്രാമത്തിലുള്ള ഈ കുട്ടികൾ അനുകരിച്ചു. ഇവിടെ നമുക്ക് ഗ്രാമത്തിലുള്ള കുട്ടികൾ ബസ്സിൽ പോകുന്ന കുട്ടികളെ കൗതുകത്തോടെ നോക്കുന്നത് കാണാം. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദി ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ദി ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ബസ്? എന്തുകൊണ്ടാണ് ഗ്രാമത്തിലുള്ള കുട്ടികൾ സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികളെ കൗതുകത്തോടെ നോക്കിയത്? എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ദേ വോർ ക്ലീൻ ആൻഡ് അയേൺഡ് യൂണിഫോംസ്, അവർ വൃത്തിയുള്ളതും ഇസ്തിരിയിട്ടതുമായ യൂണിഫോം ധരിച്ചിട്ടുണ്ട്. ആൻഡ് വേർ റീഡിംഗ് ബുക്സ്, അവർ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഇതാണ് അവർ ബസ്സിലുള്ള കുട്ടികളെ കൗതുകത്തോടെ നോക്കിയത്. നെക്സ്റ്റ് പേജ്, ദ ഹിഡൻ ട്രഷർ. ഹിഡൻ എന്നാൽ ഒളിഞ്ഞിരിക്കുന്ന, ട്രഷർ നിധി, ഒളിഞ്ഞിരിക്കുന്ന നിധി. നമുക്ക് നോക്കാം എന്താണ് ഒളിഞ്ഞിരിക്കുന്ന നിധി എന്ന്. വൺ ഡേ, ഒരു ദിവസം, എ വുമൺ, ഒരു സ്ത്രീ, കെയിം ദേർ, ദേർ അവിടെ, കെയിം ദേർ അവിടെ വന്നു. ഒരു ദിവസം ഒരു സ്ത്രീ അവിടെ വന്നു, അതായത് അവരുടെ ഗ്രാമത്തിൽ വന്നു. ഷീ അവൾ, വോർ ധരിച്ചു, വെയർ ധരിക്കുക, വോർ ധരിച്ചു.
ഷീ വോർ എന്താണ് ധരിച്ചത്? എ റെഡ് ഒരു ചുവന്ന ദുപ്പട്ട. ദുപ്പട്ട എന്നാൽ ഷോൾ എന്നാണ് അർത്ഥം. ഷീ വോർ എ റെഡ് ദുപ്പട്ട. അവൾ ഒരു ചുവന്ന ദുപ്പട്ട അഥവാ ഷോൾ ധരിച്ചു. ഓവർ മുകളിൽ എ വൈറ്റ് കുർത്ത. ഒരു വൈറ്റ് കുർത്തയുടെ മുകളിൽ ഒരു ചുവന്ന ദുപ്പട്ട അവൾ ധരിച്ചു. നോക്കൂ, വൈറ്റ് കുർത്ത, അതിന്റെ മുകളിൽ ചുവന്ന ദുപ്പട്ട. ദ ചിൽഡ്രൻ കുട്ടികൾ ഹാഡ് നെവർ സീൻ. നെവർ എന്നാൽ ഒരിക്കലും. ഹാഡ് നെവർ സീൻ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹെർ അവളെ, ബിഫോർ മുമ്പേ. കുട്ടികൾ അവളെ മുമ്പ് ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ദേ അവർ കുട്ടികൾ ലുക്ഡ് അറ്റ് നോക്കി. ഹെർ അവളെ ഇൻ വണ്ടർ. വണ്ടർ എന്നാൽ അത്ഭുതം, ആശ്ചര്യം എന്നൊക്കെയാണ് അർത്ഥം. കുട്ടികൾ അവളെ അത്ഭുതത്തോടെ നോക്കി. ഷീ അവൾ, ആ ലേഡി, സ്മൈൽഡ് പുഞ്ചിരിച്ചു. അറ്റ് ദി ചിൽഡ്രൻ കുട്ടികളെ നോക്കി. അവൾ കുട്ടികളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? Can I sit here? ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഫോർ എ വൈൽ. ഫോർ എ വൈൽ എന്നാൽ സംടൈം, കുറച്ചു നേരം. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. ഷീ അവൾ ആസ്ക്ഡ് ചോദിച്ചു. ദ ചിൽഡ്രൻ കുട്ടികളോട് ചോദിച്ചു. അവൾ കുട്ടികളോട് ചോദിച്ചു. ആൻഡ് എന്നിട്ട് സാറ്റ് ഇരുന്നു. ഓൺ മുകളിൽ. എന്തിന്റെ മുകളിലായിരുന്നത്? എ ബ്രോക്കൺ പൊട്ടിയ പ്ലാസ്റ്റിക് ക്യാൻ. പ്ലാസ്റ്റിക് ക്യാനിന്റെ മുകളിൽ ഇരുന്നു. നോക്കൂ, ഇവിടെ കാണാം പൊട്ടിയ പ്ലാസ്റ്റിക് ക്യാൻ. അതിന്റെ മുകളിലാണ് അവർ ഇരിക്കുന്നത്. ദ ചിൽഡ്രൻ കുട്ടികൾ വേർ കൺഫ്യൂസ്ഡ്. കൺഫ്യൂസ്ഡ് എന്നാൽ ആശയക്കുഴപ്പമുണ്ടായി. ദ ചിൽഡ്രൻ വേർ കൺഫ്യൂസ്ഡ്. കുട്ടികൾക്ക് ആശയക്കുഴപ്പമുണ്ടായി. ആൻഡ് ലുക്ഡ് അറ്റ് നോക്കി. ഈച്ച് അതർ പരസ്പരം നോക്കി. അവർക്ക് ഇവർ വന്നപ്പോൾ ആശയക്കുഴപ്പമുണ്ടായി. അവർ തമ്മിൽ പരസ്പരം നോക്കി. എന്താണ് ആശയക്കുഴപ്പമുണ്ടായത്? ഇവർ ആരാണ്? എവിടെ നിന്നാണ് വന്നത്? എന്തിനാണ് വന്നത് എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടായിരിക്കും ആശയക്കുഴപ്പം ഉണ്ടായത്. ഷീ അവൾ ഓപ്പൺഡ് തുറന്നു. ഹെയർ ബാഗ് അവളുടെ ബാഗ് തുറന്നു. ആൻഡ് എന്നിട്ട് ടുക്ക് ഔട്ട് പുറത്തേക്കെടുത്തു. സംതിങ് എന്തോ. അവൾ ബാഗ് തുറന്നു, എന്തോ പുറത്തേക്കെടുത്തു. അപ്പോൾ ഈ ബാഗിനുള്ളിൽ ഉള്ളതായിരിക്കാം ഹിഡൻ ട്രഷർ, ഒളിഞ്ഞിരിക്കുന്ന നിധി. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൂ മേ ബി ദി ലേഡി. മേ ബി ആയിരിക്കും. ആരായിരിക്കും ആ ലേഡി? വൈ ഡിഡ് ഷീ കം ഹിയർ. എന്തിനാണ് അവർ ഇവിടെ വന്നിട്ടുണ്ടാവുക? നിങ്ങൾ ഇത് ഗസ് ചെയ്ത് ഊഹിച്ച് പറയേണ്ടതാണ്. നമുക്കിങ്ങനെ പറയാം. മേ ബി ഒരു പക്ഷേ. ഷീ ഈസ് എ സോഷ്യൽ വർക്കർ. അവൾ ഒരു സാമൂഹ്യ പ്രവർത്തകയായിരിക്കാം. വൈ ഡിഡ് ഷീ കം ദർ. എന്തിനാണ് അവൾ അവിടെ വന്നത്? നമുക്ക് ഇങ്ങനെ പറയാം. ഷീ കെയിം ടു ഗിവ് ദം ബുക്സ് ആൻഡ് ടു ടീച്ച് ദം. അവൾ അവിടെ വന്നത് അവർക്ക് പുസ്തകം കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും ആയിരിക്കും. വാട്ട് മൈറ്റ് ബി ഇൻ ഹെർ ബാഗ്. അവളുടെ ബാഗിൽ എന്തായിരിക്കും? കെൻ യു ഗസ്. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? നമുക്ക് അടുത്ത പേജിൽ ഇതിന്റെ ആൻസർ കാണാം. ഓക്കെ, ഈ ലെസൺ 2 പാർട്ടുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ ഡിയേഴ്സ്.